Hi dear students, നമ്മൾ ആക്സിയോമാറ്റിക് അപ്രോച്ച് ടു പ്രോബിലിറ്റി അല്ലെങ്കിൽ പ്രോബിലിറ്റി മെഷർ എന്ന ചാപ്റ്ററിലെ കുറേ തിയറി, കുറേ റിസൾട്ട്സ് പോലെയുള്ള കുറേ പോർഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നൗ വി വിൽ ഗോ ഇൻ ടു എ ഫ്യൂ പ്രോബ്ലംസ് എല്ലാം തന്നെ ഐ ഹാവ് ടേക്കൺ ഫ്രം അവർ യൂഷ്വൽ ടെക്സ്റ്റ് ബുക്ക്. രാമകൃഷ്ണപിള്ള സാറുടെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് പ്രോബ്ലംസ്. വർക്ക് ഔട്ട് എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസിലെ ക്വസ്റ്റ്യൻസ് എല്ലാം I'll discuss here, and you can also refer your textbooks. എല്ലാ എക്സാമ്പിൾസിൻ്റെ നമ്പറും പേജ് നമ്പറും ഞാൻ പറയാം. സോ വി ക്യാൻ ഗോ ത്രൂ എ ഫ്യൂ പ്രോബ്ലംസ്. ഒരു ഇന്നത്തേതൊരു കുറച്ച് ലെങ്തി സെഷനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ബിക്കോസ് വി ക്യാൻ കവർ മേ ബി ഒരു 9 or 10 പ്രോബ്ലംസ് ഇൻ ടുഡേയ്സ് സെഷൻ. പ്രോബ്ലംസ് എല്ലാം തന്നെ സിമ്പിളാണ് ഇഫ് യു നോ ദ കൺസെപ്റ്റ്സ്. നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ റിസൾട്ടുകൾ, ദാറ്റ് വാസ് വൈ ഐ നമ്പേർഡ് ദം ഓൾ as റിസൾട്ട്സ്. അതിനകത്തുള്ള എല്ലാം അറിയേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ നമുക്കറിയാമെങ്കിൽ പ്രോബ്ലംസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. സോ വിൽ ജസ്റ്റ് ഗോ ത്രൂ ദ പ്രോബ്ലംസ്. ഐ വിൽ ഡിസ്കസ് ഓൾ ദ പ്രോബ്ലംസ്. അതിൻ്റെ എന്തെങ്കിലും ന്യൂമറിക്കൽ കാൽക്കുലേഷൻ പാർട്ട് മാത്രമേ ഉള്ളൂ ഞാൻ സ്കിപ്പ് ചെയ്യുന്നത്. യു ഹാവ് ടു ബി വിത്ത് മീ ഇൻ ദിസ്. ഇഫ് ദർ ഇസ് എനി ഡൗട്ട് വി ക്യാൻ ഡിസ്കസ് ലേറ്റർ. So we'll start a session of today. നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് എക്സാമ്പിൾ 8 ഇൻ പേജ് നമ്പർ J17 ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക്. So I'll go through the question. If probability of A is equal to 0.3, probability of B equal to 0.2 and probability of A intersection B is equal to 0.1, find the probabilities of sub-question number 1. At least one of the events probabilities that at least sub-question number 1, at least one of the events occur. Number 2, exactly one of the events occur. And number 3, none of the events occur. So another question vaayikam. As I always tell you, the most important part in cracking a problem is to read and understand the question well. So if P of A is equal to 0.3, P of B equal to 0.2 and P of A intersection B is equal to 0.1, find the probability that find the probability that sub-question number 1, at least one of the events occur. Number 2, exactly one of the events occur. And number 3, none of the events occur. So clearly രണ്ട് ഇവൻറ്റ്സ് ആണ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞേക്കുന്നത്, എയും ബിയും. പി ഓഫ് എയുടെ പ്രോബിലിറ്റിയും ബിയുടെ പ്രോബിലിറ്റിയും എ ഇൻ്റർസെക്ഷൻ ബിയുടെ പ്രോബിലിറ്റിയും തന്നിട്ടുണ്ട്. സോ ഗിവൺ ദാറ്റ് പി ഓഫ് എ ഈസ് ഈക്വൽ ടു 0.3, പി ഓഫ് ബി ഈക്വൽ ടു 0.2 ആൻഡ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 0.1. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എടുക്കാം. യു ഹാവ് ടു ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് അറ്റ് ലീസ്റ്റ് വൺ ഓഫ് ദി ഇവൻറ്റ്സ് ഒക്കർ. അറ്റ്ലീസ്റ്റ് വൺ എന്ന കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പ്രോബിലിറ്റി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവൻറ്റ്സിൻ്റെ കേസിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. അറ്റ്ലീസ്റ്റ് വൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ഇവൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറയുന്ന ഇവൻറ്റ് എ യൂണിയൻ ബി ആണ്. 3 ഇവൻറ്റ്സ് ഉണ്ട്. വാട്ട് ഈസ് ദ ഈവൻറ്റ് കറസ്പോണ്ടിങ് ടു അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഹാപ്പൻ എന്നാണെങ്കിൽ അത് എ യൂണിയൻ ബി യൂണിയൻ സി ആണ്. അപ്പോൾ അതേപോലെ ഇവിടെ രണ്ട് ഇവൻറ്റ്സ് ആണ്. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ പ്രോബിലിറ്റി. സബ് ക്വസ്റ്റ്യൻ 1 മീൻസ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ഇവൻറ്റ്സ് ഒക്കർ. ദാറ്റ് ഈസ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ആൻഡ് വാട്ട് ഈസ് എ യൂണിയൻ ബി ബൈ അഡീഷൻ തിയറം? ഇറ്റ് ഈസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എല്ലാത്തിൻ്റെയും വാല്യൂസ് തന്നിട്ടുണ്ട്. പി ഓഫ് എ ഉണ്ട്, ബി ഉണ്ട്, എ ഇൻ്റർസെക്ഷൻ ബി ഉണ്ട്. എല്ലാം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ഇറ്റ് ഈസ് 0.3 പ്ലസ് 0.2 മൈനസ് 0.1 വിച്ച് ഇസ് ഈക്വൽ ടു 0.4. അപ്പോൾ അതാണ് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത് 2 ഇവൻറ്റ്സ് ഉണ്ട്. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി വൺ ഓഫ് ദി ഇവൻറ്റ്സ് ഒക്കർ. എക്സാക്ട്ലി വൺ ഓഫ് ഇവൻറ്റ്സ്, അതാണ് സബ് ക്വസ്റ്റ്യൻ നമ്പർ 2. പ്രോബിലിറ്റി ഓഫ് എക്സാക്ട്ലി വൺ ഓഫ് ദി ഇവൻറ്റ്സ് ഒക്കർ. എന്താണ് എക്സാക്ട്ലി വൺ എന്ന് വെച്ചാൽ അർത്ഥം? എക്സാക്ട്ലി വൺ മീൻസ് അതിലൊന്ന് മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ. അതായത് എയും ബിയും രണ്ട് ഇവൻറ്റ്സ് ഉണ്ട്. അതിൽ എ ഹാപ്പൻ ചെയ്താൽ ബി ഹാപ്പൻ ചെയ്യാൻ പാടില്ല. അതല്ല ബി ആണ് ഹാപ്പൻ ചെയ്യുന്നതെങ്കിൽ എ ഹാപ്പൻ ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് ലുക്ക് ഹിയർ, ദാറ്റ് മീൻസ് ഇഫ് എ ഹാപ്പൻസ് ബി ഷുഡ് നോട്ട് ഹാപ്പൻ. ബി ഷുഡ് നോട്ട് ഹാപ്പൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ബി ഡാഷ് ഹാപ്പൻസ് അല്ലെങ്കിൽ നോട്ട് ബി എന്ന ഇവൻറ്റ് ഹാപ്പൻ ചെയ്യും. അതല്ല ബി ആണ് ഹാപ്പൻ ചെയ്യുന്നതെങ്കിൽ എ ഷുഡ് നോട്ട് ഹാപ്പൻ. അപ്പോൾ അറ്റ്ലീസ്റ്റ് വണ്ണിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് എ ആൻഡ് നോട്ട് ബി ഓർ ബി ആൻഡ് നോട്ട് എ. എ ആൻഡ് നോട്ട് ബി എന്ന് പറയുന്നത് എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ്.
ബി ആൻഡ് നോട്ട് എ മീൻസ് ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ്. അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന വേർഡ് ഓർ ആണ്. സോ എക്സാക്ട്ലി വൺ ഓഫ് ദി ഇവൻറ്റ്സ് എന്ന് വെച്ചാൽ എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ്. ഓക്കെ, നമ്മളുടെ വെൻ ഡയഗ്രം നോക്കിയാൽ പെട്ടെന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും. എയും ബിയും രണ്ട് ഇവൻറ്റ്സ്, ഈ ഷെയ്ഡഡ് പോർഷനാണ്. നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാണിത് റിസൾട്ടുകൾ പ്രൂവ് ചെയ്യാനായിട്ട്. എ എന്ന് പറയുന്നത് ഇത്, ഈ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നതാണ് എയിലുണ്ട് ബിയിലില്ല, അതായത് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. അതേപോലെ ഇപ്പുറത്തെ ഷെയ്ഡഡ് പോർഷൻ എന്ന് വെച്ചാൽ ബിക്കകത്തുണ്ട് എയ്ക്കകത്തില്ല, എന്ന് വെച്ചാൽ ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ്. അതുതന്നെയാണ് നമ്മളുടെ ഈ രണ്ട് ഇവൻറ്റ്സ് കണ്ടോ, എ ഇൻ്റർസെക്ഷൻ ബി ഡാഷും ബി ഇൻ്റർസെക്ഷൻ എ ഡാഷും. നോക്ക്, ഒരെണ്ണം ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡും ഒരെണ്ണം ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡും, രണ്ടും തമ്മിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ എക്സാക്ട്ലി വൺ ഓഫ് ദി ഇവൻറ്റ്സ് എന്ന് വെച്ചാൽ അത് ഇതാണ്, രണ്ട് ഇവൻറ്റ്സിൻ്റെ യൂണിയനാണ്. ഈ രണ്ട് ഇവൻറ്റ്സും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു നൗ ഇസ് വി ഹാവ് probability, question number 2, probability of exactly one of the events which is equal to, നമ്മളിവിടെ പറഞ്ഞ പോലെ, which is equal to probability of A intersection B dash union B intersection A dash. Okay, and these two are mutually exclusive. നമ്മൾ ഈ ഫിഗറിൽ നോക്കി വെരിഫൈ ചെയ്ത പോലെ A intersection B ഡാഷും B intersection A ഡാഷും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അപ്പോൾ ആക്സിയം 3 യൂസ് ചെയ്ത് നമുക്കിതിനെ എങ്ങനെ എഴുതാം? When the two disjoint events in a union, I can split the probability. So it is equal to P of A intersection B dash plus P of B intersection A dash. A dash intersection B by axiom 3. രണ്ട് ഇവൻസും ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് P of A union, നമ്മൾ അവിടെ ആക്സിയം 3 പറഞ്ഞ ഓർമ്മയില്ലേ? When A1, A2, etc. A and are disjoint, P of A1 union A2 union etc. is equal to P of A1 plus P of A2 plus etc. ആ സെയിം കൺസെപ്റ്റ് ഉപയോഗിച്ച് P of A intersection B dash union B intersection A dash is equal to P of A intersection B dash plus P of B intersection A dash by axiom 3. Now P of A intersection B dash എന്ന ഈ ഒരു ഒറ്റ ഇവൻറ്റ് നോക്കൂ. A intersection B dash എന്ന് വെച്ചാൽ ഏത് പോർഷനാണ്? ഈ ഷെയ്ഡഡ് പോർഷനാണ് A intersection B dash. അഡിഷൻ തിയറത്തിൽ ഉൾപ്പെടെ നമ്മൾ ഈ ഒരു രീതിയിൽ അത് എഴുതിയിരുന്നു. ഈ പോർഷനെ എ എന്ന് പറഞ്ഞ ഈ ഫുൾ ഇവൻറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി. ഓർക്കുന്നുണ്ടോ? നമ്മൾ ആ ഇവൻറ്റിൻ്റെ, അതായത് അഡിഷൻ തിയറത്തിൽ നമ്മൾ ഈ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ സർക്കിൾ ഈസ് ഈക്വൽ ടു ഈ ഒരു പോർഷൻ, ഈ പോർഷൻ എന്ന് വെച്ചാൽ എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി. ഈ പോർഷൻ പ്ലസ് ഈ പോർഷൻ. സോ A is equal to A intersection B dash union A intersection B. Again നമ്മൾ P of A എടുത്താൽ എന്ത് വരും? P of A intersection B dash union A intersection B. രണ്ട് സൈഡിലും നമ്മൾ പ്രോബിലിറ്റി എടുത്തു. ഈ ചന്ദ്രക്കല പോലെ ഇപ്പുറത്തുള്ള ഭാഗവും ഇപ്പുറത്തുള്ള ഭാഗവും ഇത് രണ്ടും ഡിസ്ജോയിൻ്റ് ആണ്. അതുകൊണ്ട് ദിസ് ഇസ് ഈക്വൽ ടു P of A intersection B dash പ്ലസ് P of A intersection B. സോ ഇതിൽ നിന്ന് വാട്ട് ഇസ് P of A intersection B dash? എക്സാക്ട്ലി സെയിം കൺസെപ്റ്റ് അഡിഷൻ തിയറത്തിൽ നമ്മൾ യൂസ് ചെയ്താണ്. സോ ഫ്രം ദിസ് P of A is equal to ഇതെന്നാണ് കിട്ടിയേക്കുന്നത്. ഇതിൽ നിന്നും P of A intersection B dash is equal to P of A minus P of A intersection B. സോ ഈ റിസൾട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എക്സാക്ട്ലി വൺ ഓഫ് ദി ഇവൻറ്റ്സിനെ ഇങ്ങനെ എഴുതി, ആക്സിയം 3 ഉപയോഗിച്ച് അതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഇതിൽ എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞ ഇവൻറ്റിന് നമ്മൾ ഈ റിസൾട്ട് കൊടുക്കുകയാണ്. ഇറ്റ് ഇസ് P of A മൈനസ് P of A ഇൻ്റർസെക്ഷൻ B. അതേപോലെ പറയുകയാണെങ്കിൽ B ഇൻ്റർസെക്ഷൻ A ഡാഷ് വിൽ ബി P of B മൈനസ് P of A ഇൻ്റർസെക്ഷൻ B. രണ്ടും ഒരേപോലെ തന്നെ വരും. അപ്പോൾ ഇതിന് പകരം ഇത് യൂസ് ചെയ്തു, ഇതിന് പകരം ഇത് യൂസ് ചെയ്തു. എല്ലാത്തിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. അതെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു, ആൻഡ് യു ഗോട്ട് ദി ആൻസർ ആസ് 0.3. ഓക്കെ, സോ വാട്ട് വി ഹാവ് ഡൺ ഇസ് എക്സാക്ട്ലി വൺ ഓഫ് ദി ഇവൻറ്റ്സ് എന്നുള്ളതിനെ എക്സാക്ട്ലി വൺ ഓഫ് വൺ എന്ന് വെച്ചാൽ ഒരെണ്ണം മാത്രമേ പാടുള്ളൂ. എ ഉണ്ടെങ്കിൽ ബി ഇല്ല, അത് അല്ലെങ്കിൽ ബി ഉണ്ട് എ ഇല്ല. ദാറ്റ് ഈസ് വി റോട്ട് ഇറ്റ് ആസ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ്. എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത് ഈ ചന്ദ്രക്കല പോലത്തെ റീജിയനും
ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ് എന്ന് പറയുന്നത് ഇപ്പുറത്തെ ചന്ദ്രക്കല പോലത്തെ റീജിയനുമാണ്. ഇത് രണ്ടും തമ്മിൽ തൊടുന്നേയില്ല, ദേ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അതുകൊണ്ട് ഈ കൺസെപ്റ്റിൽ നമ്മൾ എക്സാക്ട്ലി 2 ഇവൻസിനെ രണ്ടിൻ്റെ യൂണിയനായിട്ട് എഴുതി ആ യൂണിയന് ആക്സിയം 3 ഉപയോഗിച്ച് 2 പീസസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിനുശേഷം എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ്, എ എന്ന് പറഞ്ഞ സർക്കിളിനെ മാത്രം നോക്കി അതിൽ നിന്ന് എ എന്ന് പറഞ്ഞ സർക്കിൾസ് ഈ ഒരു ചന്ദ്രക്കലയുടെ ഇപ്പുറത്തെ ഭാഗവും ഈ ഒരു ചെറിയ ഭാഗം കൂടെ ചേരുന്നതാണ് എന്ന് പറഞ്ഞ് എ നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതി. പി ഓഫ് എ ഇത് രണ്ടും ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് ആക്സിയം 3 ഉപയോഗിച്ച് പി ഓഫ് എ ഈസ് ഈക്വൽ ടു പി ഓഫ് ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് ദിസ് പ്ലസ് പി ഓഫ് ദിസ് എന്ന ആക്സിയം 3 ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്തു. ഇതിൽ നിന്ന് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നെടുത്ത് ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 കൊടുത്താൽ ആ 1 ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതിനോട് സിമിലറായിട്ട് നമ്മൾ അടുത്ത ടേമും ബി ഇൻ്റർസെക്ഷൻ എ ഡാഷിനെയും അതേപോലെ തന്നെ എഴുതി വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആൻഡ് ഗോട്ട് ദി ആൻസർ. സോ ദാറ്റ് ഈസ് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, പി ഓഫ് എക്സാക്ട്ലി വൺ ഓഫ് ദി ഈവൻസ് ഹാപ്പൻ. ഇനി മൂന്നാമത് ചോദിച്ചേക്കുന്നത് പി ഓഫ് നൺ ഓഫ് ദി ഈവൻസ് ഒക്കർ. നൺ ഓഫ് ദി ഈവൻസ്, നൺ എന്ന് വെച്ചാൽ എന്താണ്? എയും ഇല്ല ബിയും ഇല്ല. അതാണ് മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. പ്രോബിലിറ്റി ദാറ്റ് none of the events happen. That is, A does not happen and B does not happen. Not A and not B. രണ്ടും ഉണ്ടാവാൻ പാടില്ല. നോട്ട് എ എന്ന് വെച്ചാൽ എന്താണ്? എ ഡാഷ്. ആൻഡ് ട്രാൻസ്ലേറ്റ്സ് ടു ഇൻ്റർസെക്ഷൻ. നോട്ട് ബി എന്ന് വെച്ചാൽ ബി ഡാഷ്. സോ ഇറ്റ് ഈസ് പി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. ഡി മോവേഴ്സ് തിയറം വെച്ചിട്ട് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്താണ്? എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ്. ആൻഡ് വാട്ട് ഇസ് പി ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ്? It is 1 minus P of A union B. നമുക്ക് ഓൾറെഡി അറിയാം P of any complement is equal to 1 minus P of A. So അതനുസരിച്ച് P of A union B the whole dash is equal to 1 minus P of A union B. A union B ഓൾറെഡി ഇവിടെ സബ് ക്വസ്റ്റ്യൻ നമ്പർ 1 കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ A union B യുടെ വാല്യൂ 0.4 ആയിരുന്നു. അത് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം സോ ഇറ്റ് ബിക്കംസ് 1 minus 0.4 which is equal to 0.6. അപ്പോൾ ഇതാണ് എക്സാമ്പിൾ 8, ഓക്കെ, ഇൻ പേജ് നമ്പർ J17. Now we will go to the next problem in it, which is example 10. Example 10, I think I did note the page. I think you'll have to check up the page. So example 10 the question is, examine the consistency of the following information. എക്സാമിൻ ദ കൺസിസ്റ്റൻസി ഓഫ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഇങ്ങനെയുള്ള 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡീൽ ചെയ്യാനുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ കുറച്ച് ഡേറ്റ തന്നിട്ടുണ്ടാവും. യു ഹാവ് ടു ചെക്ക് വെദർ ദ ഡേറ്റ, ആ ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോബിലിറ്റിയുടെ റൂൾസ് അനുസരിക്കുന്നു അല്ലെ അനുസരിച്ചിട്ടുള്ളതാണ് എന്നത് നമ്മൾ വെരിഫൈ ചെയ്യണം. That is, the data satisfies all the properties of probabilities that we have learned till now. അതിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ സത്യത്തിൽ ആക്സിമാറ്റിക് അപ്രോച്ചും അതിനകത്തെ കുറേ റിസൾട്ട്സും ഒക്കെ വെച്ച് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതൊരു ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റിയും ഷുഡ് ലൈ ബിറ്റ്വീൻ 0 and 1. പിന്നെ നമ്മൾ വേറെ ഏതോ ഒരു റിസൾട്ടിൽ പഠിച്ച് എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ബിയെക്കാട്ടിലും കുറവായിരിക്കും. ദാറ്റ് ഈസ് എ സ്മോളർ സെറ്റ് വിൽ ബി ഹാവിങ് ദ ലോവർ പ്രോബബിലിറ്റി. മറ്റൊന്ന് അഡീഷൻ തിയറം പഠിച്ചു. പി ഓഫ് എ യൂണിയൻ ബി ഇസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി ഇതിനകത്ത് എയും ബിയും ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ എന്ത് വരും? പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. അത് നമുക്ക് ആക്സിയം 3 വെച്ച് വേണേലും പറയാം. ഈ ഇൻ്റർസെക്ഷൻ ബിക്ക് നൾ സെറ്റ് എന്നിട്ട് ഇതിൽ നിന്ന് വേണേലും ഡിഡ്യൂസ് ചെയ്തെടുക്കാം. പിന്നെ വേറെ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എയുടെ സബ്സെറ്റ് ആയിരിക്കും, ബിയുടെയും സബ്സെറ്റ് ആയിരിക്കും. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ആ പ്രോബിലിറ്റി ഈവൻസ് ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ ഈവൻറ്റ് എയുടെയും ബിയുടെയും സബ്സെറ്റ്സ് ആയിരിക്കും. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എങ്ങനെ ആയിരിക്കണം? നമ്മളുടെ ഈ റൂൾ അനുസരിച്ച് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു
പ്രോബിലിറ്റി ഓഫ് ബി. അതേപോലെ എ യൂണിയൻ ബി എന്ന ഇവൻറ്റ് വിൽ ബി എ സൂപ്പർ സെറ്റ് ഓഫ് എ ആൻഡ് ബി. എ യൂണിയൻ ബി വിൽ ബി എ സൂപ്പർ സെറ്റ് ഓഫ് എ ആൻഡ് ബി, അല്ലെങ്കിൽ എ വിൽ ബി എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ആൻഡ് ബി വിൽ ബി എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി. അപ്പോൾ പി ഓഫ് എയും പി ഓഫ് ബിയും എപ്പോഴും എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ യൂണിയൻ ബി. എപ്പോഴും ചെറിയ സെറ്റിൻ്റെ പ്രോബിലിറ്റി വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ബിഗർ സെറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞത് പി ഓഫ് എ പ്ലസ് പി ഓഫ് എ ഡാഷ് ഈക്വൽ ടു 1. ഇതൊക്കെയാണ് ഓൾമോസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള ചെറിയ ചെറിയ റിസൾട്ട്സ്, പ്രോബിലിറ്റിയെ ബേസ് ചെയ്തുള്ള പ്രോബിലിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കുറേ പ്രോപ്പർട്ടീസ്. അപ്പം നമ്മൾ കൺസിസ്റ്റൻസിയുടെ ഒരു പ്രോബ്ലം നമ്മളുടെ കയ്യിൽ കിട്ടിയാൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ഡേറ്റ ഇതിനെ ഏതിനെയെങ്കിലും വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഏതെങ്കിലും ഒരെണ്ണം വയലേറ്റ് ചെയ്താൽ ഇൻകൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറയാം. ഒരെണ്ണം വയലേറ്റ് ചെയ്താൽ, ഒന്നും വയലേറ്റ് ചെയ്തില്ലെങ്കിൽ മാത്രമേ നമുക്കതിനെ കൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റൂൾസ് എല്ലാം മനസ്സിൽ വെച്ചിട്ട് പോകണം, ഇൻകൺസിസ്റ്റൻസിയുടെ മനസ്സിൽ വെച്ചിട്ട് വേണം ഇൻകൺസിസ്റ്റൻസിയുടെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിളിലേക്ക് വരാം. എക്സാമിൻ ദ കൺസിസ്റ്റൻസി ഓഫ് ദ ഫോളോവിങ് ഇൻഫർമേഷൻ. കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. പി ഓഫ് എ 0.3, പി ഓഫ് ബി 0.2, പി ഓഫ് സി 0.8, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് 0.2, പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി ഈസ് 0.4, P of C intersection is 0.2, P of A intersection B intersection C is 0.1, P of neither A nor B nor C, അതായത് എയും ഇല്ല ബിയും ഇല്ല സിയും ഇല്ല എന്ന് വെച്ചാൽ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഇൻ്റർസെക്ഷൻ സി ഡാഷ് ഇസ് 0.15. എന്തെങ്കിലും ഒരു വയലേഷൻ മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി, അതോടുകൂടി യു ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് ഇൻകൺസിസ്റ്റൻറ്റ്. ഒന്ന് നോക്കിയേ, ഇവിടെ നമ്മൾ ഈ പഠിച്ച എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നോക്കാൻ. ഇവിടെ ഇപ്പോൾ എല്ലാ വാല്യൂസും 0യ്ക്കും 1നും ഇടയിലാണ്. അപ്പോൾ അവിടെ ഈ റൂളൊന്നും വയലേറ്റ് ആയിട്ടില്ല. പിന്നെന്താണ്, ഏതെങ്കിലും സബ്സെറ്റ് സൂപ്പർ സെറ്റ് ആ വയലേഷൻ ഉണ്ടോ എന്ന് നോക്കൂ. ഇവിടെ നോക്ക്, എ ഉണ്ട്, ബി ഉണ്ട്, എ ബി ഉണ്ട്. എയുടെ വാല്യൂ 0.2, ബിയുടെ വാല്യൂ 0.2, എ ബിയുടെ വാല്യൂ 0.2. നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് എ ബി എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും സബ്സെറ്റാണ്. അപ്പോൾ എയുടെ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വാല്യൂ ഓഫ് എ ആൻഡ് വാല്യൂ ഓഫ് ബി. അതും കറക്റ്റാണ്. ഇനിയും എ സി എടുത്തേ, എ 0.3, സി 0.8, എ സി എത്രയാണ്? 0.2. അവിടെയും പ്രശ്നമില്ല. എ സി എന്ന് പറയുന്നത് എയുടെയും സിയുടെയും സബ്സെറ്റാണ്. അപ്പോൾ അതിനെക്കാട്ടി എയെക്കാട്ടിലും സിയെക്കാട്ടിലും കുറവ് തന്നെയാണ് എ സി അല്ലെ സി എ. അവിടെ പ്രശ്നമില്ല. ഇനിയും ബി സി എടുത്തേ, ബി സി, ബി 0.2, സി 0.8, ബി സി 0.4. സി കണ്ടോ, ബി സി എന്ന് പറഞ്ഞ ഇവൻറ്റ് ബിയേക്കാളും സിയേക്കാളും അല്ലെങ്കിൽ ബിയുടെയും സിയുടെയും സബ്സെറ്റാണ്. അപ്പോൾ ബി സിയുടെ പ്രോബിലിറ്റി ബിയുടെ പ്രോബിലിറ്റിയെക്കാളും സിയുടെ പ്രോബിലിറ്റിയെക്കാട്ടും കുറഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷെ നോക്ക്, ബി സിയുടെ പ്രോബിലിറ്റി 0.4 ആണ്. 0.4 എന്ന് പറയുന്നത് 0.2വിനെക്കാട്ടി കൂടിപ്പോയില്ലേ, വിച്ച് ഇസ് എ വയലേഷൻ. ദാറ്റ് ഈസ് ഇവിടെ ബി സി ഈക്വൽ ടു 0.4 ആൻഡ് probability of B equal to 0.2 എന്ന് പറയുന്നത് is a violation. Why? Because BC is a subset of B, that is P of BC should be less than or equal to P of B which has been violated. ഒറ്റ ഇൻകൺസിസ്റ്റൻസി കണ്ടുപിടിച്ചാൽ മാത്രം മതി, then we can say that this data is inconsistent. Okay? സോ ആ പ്രോബ്ലം അത്രേ ഉള്ളൂ, അവിടെ വെച്ച് നമ്മൾ സോൾവ് ചെയ്തു. ബാക്കിയൊന്നും തപ്പിപ്പോണ്ട കാര്യമില്ല. എ സിംഗിൾ വയലേഷൻ ഇസ് നീഡഡ്. അതിനോട് വളരെ സിമിലറായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എക്സാമ്പിൾ 11. എഗെയിൻ യു ആർ ആസ്ക്ഡ് എക്സാമിൻ ഇഫ് ദർ ഇസ് എ മിസ്റ്റേക്ക്. 3 സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിനുള്ളിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്ക്, ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇസ് പി ഓഫ് എ ഈക്വൽ ടു 0.1, പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ ഈസ് 0.2. ബി ഇൻ്റർസെക്ഷൻ എ എന്ന് വെച്ചാൽ എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി എങ്ങനെയായിരിക്കണം? എയുടെയും ബിയുടെയും സബ്സെറ്റ് ആയിരിക്കണം. അതായത് എ ഇൻ്റർസെക്ഷൻ ബിയുടെ പ്രോബിലിറ്റി എയുടെ പ്രോബിലിറ്റിയെക്കാളും ബിയുടെ പ്രോബിലിറ്റിയെക്കാട്ടും കുറവായിരിക്കണം. അതിവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ദർ ഈസ് എ മിസ്റ്റേക്ക്. മനസ്സിലായോ? ഇവിടുത്തെ മിസ്റ്റേക്ക് എന്താണ്? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്
should have been less than or equal to P of A. പക്ഷേ that part is violated. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കൂ. എ എന്ന് പറയുന്നത് 0.87, എ യൂണിയൻ ബി എന്ന് പറയുന്നത് 0.78. ഇതിലേതാണ് വലിയ നമ്പർ? എയുടെ വാല്യൂ ആണ് വലിയ നമ്പർ. പക്ഷേ നമ്മുടെ റിലേഷൻ എന്താ? എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി. അതുകൊണ്ട് പി ഓഫ് എ എന്ന് പറയുന്നത് പി ഓഫ് എ യൂണിയൻ ബിയെക്കാട്ടിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കേണ്ടതായിരുന്നു. അതിവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം ഇവിടെ പി ഓഫ് എ 0.87 ആണ്. അത് എ യൂണിയൻ ബിയെക്കാട്ടിലും വലുതാണ്. അതായത് നമ്മളുടെ ഈ കണ്ടീഷൻ ഇസ് അഗെയിൻ വയലേറ്റഡ്. സോ രണ്ടാമത്തെ കേസിലും ദർ ഈസ് എ മിസ്റ്റേക്ക്. ഇനി മൂന്നാമത്തെ നോക്കൂ. പി ഓഫ് എ ഈക്വൽ ടു 0.48, പി ഓഫ് എ ഡാഷ് ഈക്വൽ ടു 0.81. എന്താണ് പി ഓഫ് എയും പി ഓഫ് എ ഡാഷും തമ്മിലുള്ള റിലേഷൻ? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടിയേ പറ്റുള്ളൂ. ഇവിടെ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 വരുന്നുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് മച്ച് മോർ ദാൻ 1 അല്ലേ? അതുകൊണ്ട് പി ഓഫ് എ പ്ലസ് പി ഓഫ് എ ഡാഷ് ഈക്വൽ ടു 1 എന്ന ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് മൂന്നാമത്തെ സബ് ക്വസ്റ്റിൽ വയലേറ്റ് ആവുന്നത്. സോ 1, 2, 3 ഈ 3 കേസിലും ദർ ഈസ് എ മിസ്റ്റേക്ക്. അതാണ് എക്സാമ്പിൾ 11. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇതേപോലെ ആയിരിക്കണം കൺസിസ്റ്റൻസിയുടെ എല്ലാ പ്രോബ്ലംസും ചെയ്യുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയാൽ ഏതെങ്കിലും ആ ബേസിക് ലോയെ അല്ലെങ്കിൽ ബേസിക് കണ്ടീഷനെ അത് വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം.